ടിസ്ക ചോപ്ര ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന അവരും അവരുടെ ഹസ്ബൻഡ് സഞ്ജയ് ചോപ്രയും കൂടി എഴുതിയിട്ടുള്ള നമ്രത ഷേണായി തിരക്കഥ ഒരുക്കിയിട്ടുള്ള സാലി മൊഹബത്ത് എന്ന സിനിമ അത് ZEE5 റിലീസ് ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമ അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് രാധിക ആപ്തെ ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു ഗംഭീര അഭിനേത്രിയാണ്. അപ്പോൾ അവരുടെ മുഖം കണ്ടപ്പോൾ ഇതിനൊരു ത്രില്ലർ സ്വഭാവം ഉണ്ടെന്നുള്ള അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കണ്ട് തീർത്ത് രാത്രിയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പോൾ കണ്ടു തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും ഗ്രിപ്പിംഗ് ആയി തോന്നിയില്ലെങ്കിൽ രാവിലത്തേക്ക് വെക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. പക്ഷേ എനിക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഈ പറയുന്നൊരു ക്രൈം ത്രില്ലർ സ്വഭാവത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഇമോഷണലി ആ സിനിമ കൊണ്ടുപോകുന്നൊരു രീതി പ്ലസ് ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അവരുടെ മാനസിക വ്യാപാരങ്ങളെ എന്നൊക്കെ പറയില്ലേ, അതിനെ രാധിക ആപ്തെ എത്ര ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ അവർക്ക് വേണ്ടി കണ്ടു തീർത്തൊരു സിനിമയാണ്. അവരുടെ പെർഫോമൻസ്, ട്വിസ്റ്റ് എന്താണ്, പരിപാടി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാൽ പോലും അവരുടെ പെർഫോമൻസിൽ അതെങ്ങനെയാണ് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് അവരതിനെ കൊണ്ടുപോകുന്നത് എന്നറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട്, ആകാംക്ഷ കൊണ്ട് കണ്ടു തീർത്ത സിനിമയാണ് സാലി മൊഹബത്ത്. ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ രാധിക ആപ്തെയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട്, ആ ഇമോഷൻസിന് വേണ്ടിയിട്ട് തീർച്ചയായും നമുക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ZEE5 സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ. ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിലാണ് സിനിമ വരുന്നത്. സിനിമയുടെ സർട്ടിഫിക്കറ്റ് A ആണ്. സെക്ഷൽ രംഗങ്ങൾ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഒരു വയലൻ്റ് രംഗമുണ്ട്. വയലൻ്റ് രംഗം എന്ന് പറയുമ്പോൾ കോരിച്ചൊരിയുന്ന രക്തച്ചൊഴിച്ചിൽ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ലെവലിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും സിനിമയുടെ ആ ഒരു കഥ പറച്ചിലിന്, ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്കിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇത് നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുമെങ്കിൽ ഒഴിവാക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനം. ഇറ്റ്സ് അപ് ടു യു. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ വാച്ചബിൾ മൂവി, വൺ ടൈം വാച്ചബിൾ ജസ്റ്റ് ഫോർ രാധിക ആപ്തെ. ഇതിൻ്റെ പോസിറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെർഫോമൻസുകൾ തന്നെയാണ്. ഓഫ് കോഴ്സ് അതിൽ രാധിക ആപ്തെയുടെ കാര്യം പറയുമ്പോൾ അവരൊരു നാട്ടുമ്പുറത്തുകാരിയായിട്ടുള്ള ഭാര്യ എന്നുള്ള രീതിയിൽ ആ വേഷമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. എന്നാൽ അപ്പുറത്തെ സൈഡിൽ ഇതൊരു ഗെറ്റ് ടുഗദർ നടക്കുന്ന സ്ഥലമാണ്. അപ്പുറത്തെ സൈഡിൽ വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള സ്ത്രീ സൗന്ദര്യമാണ്, സ്ത്രീയുടെ ഏറ്റവും വലിയ കൈമുതൽ അവളുടെ സൗന്ദര്യമാണെന്ന് വിശ്വസിക്കുന്ന അത്തരം ചർച്ചകൾ നടക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് അവരിയ്ക്കുന്നത്. ആ സമയത്ത് അവർ മനസ്സിലാക്കുന്നു അവരുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി മറ്റൊരു ബന്ധം അയാൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ തൻ്റെ ഭാര്യ ഇത് കണ്ടു എന്നുള്ളതൊന്നും അയാളെ അസ്വസ്ഥനാക്കുന്നില്ല. അവരിതൊക്കെ വളരെ ടേക്ക് ഇറ്റ് ഈസി മൈൻഡ് സെറ്റിൽ എടുക്കുകയാണ്. അങ്ങനെ അവൾ തിരിച്ച് നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ വരുന്നു. അവിടുത്തെ ഡിസ്കഷൻ വരുന്നത് സ്ത്രീയുടെ ഏറ്റവും വലിയ കൈമുതൽ അവളുടെ സൗന്ദര്യമാണെന്നുള്ളതാണ്. അപ്പോൾ അതല്ല എന്ന് വാദിച്ചിട്ട് അവളൊരു കഥ പറയും. സ്മിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അവൾ അവിടെ പറയുന്നത്. സ്മിത കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ട് ജീവിക്കുകയാണ്. അയാൾക്കൊരു അവിഹിത ബന്ധമുണ്ടാകുന്നു. അതെന്താണ്, എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് അവൾ ഡീൽ ചെയ്തത് എന്നൊക്കെയുള്ളതാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും, കഥ പറയുന്ന കവിതയാണെങ്കിലും കഥയ്ക്കുള്ളിലുള്ള സ്മിതയാണെങ്കിലും, രണ്ടിടത്തും നമ്മൾ രാധിക ആപ്തെ തന്നെയാണ് കാണുന്നത്. അവർ ഓരോ മൊമെൻറ്റ്സിൽ, ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരുടെ നോട്ടങ്ങൾ, നമ്മൾ ലാലേട്ടനെ കുറിച്ചൊക്കെ പറയില്ലേ, കൈവിരലുകൾ പോലും അഭിനയിക്കുന്ന എന്ന് പറയുന്ന, അങ്ങനെ അവർ ജീവൻ കൊടുത്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ പെർഫോമൻസ് അത് നമ്മൾ കാണാതിരിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും രസമായിട്ട് അവർ ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പെർഫോമർ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരത് സക്സേനയാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നിർണയം സിനിമയിലെ വില്ലൻ എന്ന് പറഞ്ഞാലായിരിക്കും കുറേ ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുക. 90s കിഡ്സിൻ്റെ ദുസ്വപ്നമായിരുന്നു എന്നൊക്കെ പറയാവുന്ന അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് ഈ സിനിമയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഗംഭീരമാണ്. ആ ക്യാരക്ടർ, പിന്നെ പുള്ളിയുടെ ഒരു രൂപം, പുള്ളി ഒരു പെർട്ടിക്കുലർ സീനിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു ചെടി കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതൊരു സ്ക്രീനിൽ കാണുമ്പോണ്ടല്ലോ അതൊരു അഴകാണെന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ദിവ്യേന്ദു ശർമ്മ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഇതിലൊരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആ പോലീസ് ക്യാരക്ടറിൻ്റെ പല ഷെയ്ഡ്സ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട്. പുള്ളി അത് വളരെ ഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അയാൾ ഫിസിക്കലി ഇട്ടിട്ടുള്ള എഫേർട്ട് കണ്ടിട്ടാണ് എനിക്ക്, എൻ്റെ മനുഷ്യ, ഇതൊക്കെ ഒരു ഒറ്റ ടേക്കിന് നിങ്ങൾ ഇരുന്നാൽ തന്നെ നിങ്ങൾ അങ്ങനെ ടയർഡായി പോകില്ലേ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സാധനം പുള്ളി അതിനകത്ത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ടുണ്ട്. സെക്കൻഡ് തിങ് വിഷ്വൽസ് ആണ്. നമ്മൾ ഈ പറയുന്ന ക്യാരക്ടേഴ്സ്, ഇവരുടെ ഇമോഷൻസ്, ഇത് നമ്മളിലേക്ക് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വിഷ്വൽ എന്ന് പറയുമ്പോൾ ക്യാമറ വർക്ക് മാത്രമല്ല പറയുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, എവിടെ കട്ട് വെക്കുന്നു, ഇപ്പോൾ ഈ പറയുന്ന സെക്ഷൽ സീനുകൾ ഉണ്ടാകുന്ന സമയത്തും അവിടെ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട്. അങ്ങനെയാണ് അവർ ആ വിഷ്വൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രകൃതി, ചെടികൾ, അതിനൊക്കെ ഈ സിനിമയിലുള്ള പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു വിഷ്വൽ പരിപാടിയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരു സ്ഥലത്ത് പോലും ബോറടിക്കാതെ, അതായത് നമ്മൾ ഒരു വീടും ചുറ്റുപാടും തന്നെയാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഒരു സ്ഥലത്ത് പോലും ബോറടിക്കാതെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്കതിലൊരു കുഴപ്പം ഫീൽ ചെയ്തത്. ഇവരൊരു പെർട്ടിക്കുലർ പ്ലോട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. ഇവർ ഈ പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ കാണുന്ന 2-3 സ്ഥലങ്ങളാണുള്ളത്. ആ 2-3 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അതൊന്ന് ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ
പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. മ്യൂസിക് നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, സൗണ്ടിങ് പരിപാടികളൊക്കെ അടിപൊളിയാണ്. മെയിൻ സംഭവം ഇതിലെ ആ ഒരു ഇമോഷണൽ കണക്റ്റാണ്. രാധിക ആപ്തയുടെ ക്യാരക്ടർ പറയുന്ന ആ കഥയിലെ അവർ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ്, അതിലെ പെയിൻ, അത് നമുക്ക് നല്ലോണം കണക്റ്റ് ആവും. അതിനുശേഷം ആ കഥ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള സംഭവങ്ങളിലും നമുക്കത് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും. അവർ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻ, അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർ എന്ത് ഫീൽ ചെയ്യുന്നു, ഇവരെന്താണ് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നൊരു രീതിയാണ്. അതിന് ഇതിലെ ഡയലോഗ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റൊരു കാര്യം, ഇതിനെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നുമല്ല പറയുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്, അതായത് ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇവിടേക്കാണ് ഇത് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അതിനെ ഭയങ്കര രസമായിട്ട് ഇവരെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത് കാണാനാണ് നമ്മളും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരാ ചെയ്യുന്ന കാര്യം, വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ്സ് എ ക്രൈം. ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നത് ക്രൈമുകളാണ്. നമുക്ക് അങ്ങോട്ട് ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അയാൾ ഇങ്ങനെ ചെയ്തതല്ലേ, അവരിങ്ങനെ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന ന്യായീകരണ പരിപാടികൾ സിനിമയിൽ വരുന്നുണ്ടെങ്കിലും ക്രൈം ആസ് എ ക്രൈം തന്നെയാണ് സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതും നമ്മളതങ്ങനെ മനസ്സിലാക്കേണ്ടത്. പ്രെഡിക്റ്റബിൾ എന്ന് ഞാൻ പറയുമ്പോഴും അത് പ്രെഡിക്റ്റബിൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളും ആഗ്രഹിക്കും. കാരണം ഗംഭീര പെർഫോമൻസുകളാണ്. ഈ ഇമോഷൻസ് നമുക്ക് കണക്ട് ചെയ്യും. നമ്മളിൽ ചില ആളുകളെങ്കിലും സിമിലർ സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയോ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി വളരെയധികം പെയിൻ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിലെ നായിക കഥാപാത്രത്തിനോട് അവർ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി നേരത്തെ ചെയ്യണം, നീ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് തോന്നും. നമുക്കും ചിലപ്പോൾ ആ സിറ്റുവേഷൻസിൽ അതല്ലേ ശരിയെന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോഷൻസ് നമുക്കുണ്ടാവും. നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നതുകൊണ്ട് നമുക്കും ഈ പറയുന്ന ഒരു എംപതി ഫീൽ ചെയ്യും ആ ക്യാരക്ടറിനോട്. അവരിതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാനും തോന്നുമായിരിക്കും ഓൺ എ ഫസ്റ്റ് തോട്ട്. കാരണം നമ്മളും ഇമോഷണലിയാണ് അതിനെ ചിന്തിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന ആ കാര്യങ്ങളെ അതാണ് ശരി എന്നൊരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പോലും ആളുകൾ ലോജിക്കലി ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇമോഷണലി ചിന്തിക്കുകയും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും പെരുമാറുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെർട്ടിക്കുലർ സിനിമ കാണുന്ന സമയത്തും ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നൊരു ക്ലൈമാക്സ് ആണ്. അങ്ങനെയാണ് ഇവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്രയും ഡെപ്തിൽ ആ ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ചെയ്യുന്ന കാര്യത്തിനെ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യരുത്. ഇറ്റ്സ് എ ക്രൈം, നോട്ട് എ സൊല്യൂഷൻ. ഒരിക്കലും ഒരു ക്രൈം ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമയിലെ പെർഫോമൻസുകളെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഈ സിനിമ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റിനെ സെലിബ്രേറ്റ് ചെയ്യരുത് എന്നൊരു റിക്വസ്റ്റ് കൂടി വെച്ചിട്ട് ഇതിലെ പെർഫോമൻസുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും നമുക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.